പാകിസ്ഥാനോട് ട്രംപ് നന്ദി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു പണി വരുന്നുണ്ട് അവറാച്ച എന്നും. നമ്മൾ അതിൻ്റെ ഒരു വശം മാത്രമേ കണ്ടുള്ളൂ. ട്രംപ് ശരിക്കും പാകിസ്ഥാനെ കാണുന്നത് ഒരു വെസൽ സ്റ്റേറ്റ് ആയിട്ടോ ഒരു അടിമ രാജ്യമായിട്ടൊക്കെയാണ്. എന്ന് വെച്ചാൽ റെസ്പെക്റ്റ് സീറോയാണ്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മിലിറ്ററിയുമായിട്ട് US-ന് ഒരു അവിശുദ്ധ രഹസ്യ ബന്ധമുണ്ട്. അത് ലോകത്തിന് മുഴുവൻ അറിയാം. മിലിറ്ററിയിലെ ആ ഒരു വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്നതും അമേരിക്കയുടെ താല്പര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നതും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ആയുധങ്ങൾ എടുക്കാനാണെങ്കിലും എയർബേസ് സെറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ അവർക്ക് പാകിസ്ഥാന്റെ കൂടി സഹായം ആവശ്യമാണ്. കാരണം തീവ്രവാദത്തിന്റെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാണല്ലോ പാകിസ്ഥാൻ. അപ്പോൾ തീവ്രവാദികളുമായിട്ട് നല്ല ബന്ധവും ഉണ്ടാവും. അപ്പോൾ അമേരിക്കയ്ക്ക് ചില തീവ്രവാദികളെ വേണം, അവരെ ഒന്ന് പിടിച്ചു കൊടുക്കാനും പാകിസ്ഥാന്റെ സഹായം അവർക്ക് ആവശ്യമാണ്. പാകിസ്ഥാനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ചെയ്യാനുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് അത് ചുമക്കാൻ അമേരിക്ക തയ്യാറല്ല. ഞാൻ പറഞ്ഞു വരുന്നത് പാകിസ്ഥാനികളെ ചുമക്കാൻ എന്ന് വെച്ചാൽ അവരെ കൊണ്ട് കാര്യമുണ്ട്. അത് നേടിയെടുക്കാനായിട്ട് വല്ല പൈസയൊക്കെ കൊടുക്കാം, 10, 50, 100 മില്യൺ ഡോളറൊക്കെ കൊടുക്കും. പക്ഷെ പാകിസ്ഥാനിലെ ജനങ്ങളെ ചുമക്കാൻ അമേരിക്ക തയ്യാറല്ല. ഇത് പറയാൻ കാരണം അമേരിക്ക ഇപ്പോൾ ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. ചില രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്ക യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ പോവാണ്. പണ്ടും ട്രംപ് ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈ വിലക്ക് ഏർപ്പെടുത്താനായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. പാകിസ്ഥാനെ കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നവരെ കൂടി നിരോധിക്കാനുള്ള ഉദ്ദേശം ട്രംപിനുണ്ട്. മുൻപ് ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് അവിടെ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് അന്ന് വലിയ ചർച്ചയാവുകയും രാജ്യാന്തര ശ്രദ്ധ നേടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തെ തന്നെ തടയാൻ ശ്രമിക്കുകയാണ്. വിശേഷിച്ച് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും അതിലൊരു പ്രധാനപ്പെട്ട രാജ്യമായിട്ട് അവർ കാണുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ അമേരിക്കയിൽ വരുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്നാണ് ട്രംപ് കാണുന്നത്. അതായത് അമേരിക്കയിലെ ഏത് സർക്കാർ ഭരിച്ചാലും സ്വന്തം കാര്യം സിന്ദാബ എന്നുള്ളതാണ് അവരുടെ പൊതുവെയുള്ള പോളിസി. പിന്നെ മറ്റ് രാജ്യങ്ങളിൽ ഇവർ ഇടപെടുന്നത് അവരുടെ തന്നെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ തീവ്രവാദം നടത്തുന്നതിനോട് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിനോട് വലിയ എതിർപ്പൊന്നുമില്ല. അഫ്ഗാനിസ്ഥാനിൽ നടത്തിയാലോ ഇന്ത്യയിൽ നടത്തിയാലോ ഇനിയിപ്പോ ചൈനയിൽ നടത്തിയാലോ ഒക്കെ അമേരിക്ക ഓക്കെയാണ്. അവരുടെ കാര്യം അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നതേ ഉള്ളൂ. കാരണം പാകിസ്ഥാൻ അമേരിക്ക തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ അവർക്ക് ആണവ ശക്തി കിട്ടിയപ്പോൾ മിണ്ടാതിരുന്നു കൊടുത്തത് അമേരിക്കയാണ്. അമേരിക്കയും ചൈനയും ചേർന്ന് കൊടുത്തു എന്നും അമേരിക്കയെ സഹായിച്ചുവെന്നും CIA സഹായിച്ചുവെന്നും അല്ല ചൈനയാണ് സഹായിച്ചത് എന്നുമൊക്കെയുള്ള വാദങ്ങളുണ്ട്. എന്തോ ആരോ സഹായിച്ചിട്ടാണ് പാകിസ്ഥാൻ ആണവായുധം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രവർത്തികളെ കണ്ണുമടച്ചിരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അമേരിക്കയിൽ ഭീകരവാദ പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് അതിൽ പാകിസ്ഥാനും കൂടി പങ്കുണ്ടെന്ന് കണ്ടപ്പോഴാണ് അമേരിക്ക ചെറുതായിട്ടൊന്ന് അകലം പാലിച്ചത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇത്രയേ ഉള്ളൂ, അവരുടെ രാജ്യം സേഫ് ആവണം. ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമണം നടത്തിയാലോ അല്ലെങ്കിൽ അവരുടെ ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് വന്നാലോ ഒന്നും അമേരിക്കയെ ബാധിക്കുന്ന കാര്യമേ അല്ലല്ലോ. ഇപ്പൊ അതുകൊണ്ട് അമേരിക്ക എന്താണ് ചെയ്യുന്നത്? പാകിസ്ഥാന് ഈ പട്ടിക്കെല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലെ പൈസ വാരിയും കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ 300-350 മില്യൺ US ഡോളറിന് മുകളിൽ അവരുടെ F-16 പ്രോജക്റ്റ് മുടങ്ങിപ്പോയി അതിനെ ഡെവലപ്പ് ചെയ്യാനും ഒപ്പം അത് തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ മാത്രമേ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുമായിട്ടാണ് കൊടുത്തു എന്ന് US പറയുന്നത്. അങ്ങനെ പൈസ കൊടുക്കും. പക്ഷെ പാകിസ്ഥാനികളെ തങ്ങൾക്ക് വേണ്ട, പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരെ തങ്ങൾ ചുമക്കില്ല എന്നാണ് ശരിക്കും ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. അപ്പൊ ഇത് സംബന്ധിക്കുന്ന ഉത്തരവ് എത്രയും പെട്ടെന്ന് പുറത്തു വരുമെന്നുള്ളതാണ്. എന്തിന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം ഈ നീക്കത്തെ സുരക്ഷയെ ബാധിക്കുന്നതാണെന്നാണ് ഇതിനൊരു കാരണമായിട്ട് പറയുന്നത്. അമേരിക്ക എന്ന രാജ്യത്ത് ഈ പറയുന്ന പാകിസ്ഥാനികളും അഫ്ഗാനികളും വന്നു കഴിഞ്ഞാൽ അവരുടെ സുരക്ഷയെ അത് ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ മാർച്ച് 12 ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ നിരോധിത പട്ടികയിലുള്ള രാജ്യങ്ങളുടെ പേരുകൾ പുറത്തുവിടും എന്നുമാണ് സൂചന. വെറുതെ അല്ല ട്രംപ് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് പാകിസ്ഥാനികളൊന്ന് സൂചിപ്പിച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണെങ്കിൽ ഒന്ന് പുളകം കൊണ്ട് വരുമ്പോഴേക്കും തന്നെ നിരോധന വാർത്തയാണല്ലോ വരുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.